ഇടിയാണല്ലോ പെപ്പെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫസ്റ്റ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫ് അടിച്ചു പൊളിച്ചു. മൊത്തം ആക്ഷനാണ്. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ നല്ല സിനിമയാണ്. ആക്ഷൻ ഗംഭീര ആക്ഷനാണ്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് കാട്ടിനകത്ത് ആർട്ടാണെങ്കിലും എല്ലാം ഗംഭീരമായിരുന്നു. ആക്ഷൻ പെപ്പയുടെ ഒരു ഇടിപ്പടം മൊത്തം ഒരു ആക്ഷൻ പരിപാടിയാണ്. മൊത്തം ആക്ഷനാണ്. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ കാര്യങ്ങളും? BGM സൂപ്പർ BGM ആണ്. നമ്മൾ ഈ മാർക്കോ ശേഷത്തിന് നല്ലൊരു BGM ഇപ്പോഴാണ്. എങ്ങനെയുണ്ട് പെപ്പ? എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം ഒരു ആക്ഷൻ പരിപാടിയാണോ? നമ്മുടെ മാർക്കോടെ ഒരു ക്വാളിറ്റി മേക്കിംഗ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിപൊളി പടം നല്ലായിരുന്നു. കൊള്ളാം. നല്ല മേക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ BGM ഒക്കെ ചുമ്മാ സീൻസാണ്. സ്റ്റണ്ടൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് കേട്ടിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ കാച്ചാണോ? എങ്ങനെയുണ്ട് പെപ്പയുടെ പ്രകടനമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല പഞ്ചൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? കാമിയൊക്കെ ഞെട്ടിച്ചോ? നമ്മുടെ മാർക്കോടെ ഒരു ക്വാളിറ്റി മേക്കിംഗ് ഒക്കെ ഉണ്ട്. മാസ് എന്ന് പറയുന്നത് നല്ല ഫൈറ്റ്, അടിപൊളി. ഫസ്റ്റ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫ് അടിച്ചു പൊളിച്ചു. പടം ഹിറ്റാവും. നമ്മുടെ മാർക്കോടെ ഒക്കെ ഒരു ക്വാളിറ്റി മേക്കിംഗ് ഉണ്ടോ? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്നാലും മാർക്ക് വെച്ച് നോക്കി അത്രയും പറയാൻ പറ്റില്ല. എന്നാലും പെപ്പ അതിനകത്ത് അടിപൊളിയാക്കിയത്. അതിൽ മേക്കിങ്ങും പിന്നെ ക്യാമറമാൻ അടിപൊളിയായിട്ട് എല്ലാ ഗ്രാഫിക്സ് അടിപൊളി. ആക്ഷൻ അടിപൊളി. മാസം പെപ്പ നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. പടം ഓഡിയൻസിനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. എല്ലാവരും ഓക്കെ. ഡയലോഗ് ഇല്ലാതെ കുറച്ച് ഇല്ല തോന്നിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ പരിപാടിയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? മാർക്കാടി ആ ലെവലെത്തിയോ? എങ്ങനെയുണ്ട് പെപ്പയുടെ പെർഫോമൻസ് എല്ലാം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത്രയും വലിയൊരു പടത്തിന് ഭാഗമാകാൻ പറ്റിയില്ല. തന്നെ ഒരുപാട് പടം നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പെപ്പയുടെ ഒരു വൻ തിരിച്ചുവരവെന്ന് പറയാം. ആക്ടിങ് കൂടെ എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് പടത്തിൽ? ഒരു രക്ഷയില്ല. നല്ല ഫൈറ്റ് നല്ല സൂപ്പർ ഫൈറ്റാണ്. ഒരു രക്ഷയില്ല. പെപ്പേനെ നമ്മൾ ആദ്യം അറിയുന്നതല്ല. അവൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ കിൻഡൽ ഇടിയാണ്. അമ്മാരി സാധനമാണ്. പിന്നെ ആ കിൻഡൽ ഇടിയിൽ കിട്ടിയ നമ്മുടെ പിന്നെ തെന്നിന്ത്യ ആക്ടേഴ്സ് സുനിൽ, കബീർ സിംഗ് അവരൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. ചെയ്തു വെച്ചാൽ എല്ലാവരും നന്നായിട്ടുണ്ട്. സുനിലിൻ്റെയൊക്കെ പെർഫോമൻസ് കാണാനാണ്. ഫിലിമേഷനിലൊക്കെ വരുന്നത് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ എതിരാളികളും ரொம்ப ടിസ്റ്റാണ്. ലാസ്റ്റ് ഒരു കുറച്ച് പൈതങ്ങൾ വരാറുണ്ട്. അതൊക്കെ പടം കാണാനാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വെച്ചിട്ടോ എല്ലാം ഫൈറ്റ് അടിപൊളിയായിരുന്നു. രണ്ടും നല്ല ടിസ്റ്റുകൾ കണ്ട് നല്ല കാഴ്ചയ്ക്ക് പറ്റി ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചു. ജഗദീഷ് സാറ് പറഞ്ഞതുപോലെ ആൻ്റണിയുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ലൊരു പ്രോജക്റ്റ് പടമാണ്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഈ പടത്തിലൂടെ ഒത്തിരിയേറെ നല്ല പടങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. വളരെ ത്രില്ലിംഗ് ആയിരുന്നു. നല്ല ആക്ഷൻസ്. ഇത് മാർക്കോ പോലെ ഉള്ള പടമല്ല, നല്ല പടമാണ് ഈ ക്യൂബൻസ് ടീം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫാമിലിക്ക് വന്ന് കാണുവാനും ജീവിതത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകാനും പറ്റിയുള്ള പടമാണ്. നമ്മുടെ ഉറ്റയിലും കൂടെയുള്ളവരെ കൂട്ടി നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വിജയം സാധിക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് പണങ്ങൾ സമ്പത്തുകൾ കാണുമ്പോൾ ഓടിപ്പോകാതെ കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് സാധിക്കും. നല്ല ടിസ്റ്റോടുകൂടി ഉള്ള നല്ല പടം. വെരി എൻ്റർടൈൻമെൻറ്റ്. സൂപ്പറായിരുന്നു. സൂപ്പർ ഡ്യൂപ്പർ. കാട്ടാളൻ എൻ്റെ ടീമിന്, ക്യൂബൻസ് ടീമിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും. മുഹമ്മദ് ഷരീഫ്, ആന്റണി വർഗീസ് പെപ്പെ, ജഗദീഷ് സാറ്, മറ്റുള്ളവരെല്ലാവരും കൂട്ടി ഉണ്ടാക്കിയ നല്ല പടം. എല്ലാ വിജയ ആശംസകളും. ഈ ബലിപ്പിർ തിരുനാളിൽ വന്ന ഈ പടത്തിന് പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. ഒരു അടിപൊളി പടം. അതായത് ആന്റണി പെപ്പയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആന്റണി പെപ്പനെ കണ്ടേക്കുന്ന ഒരു രീതിയല്ല, ഇതിൽ വേറൊരു ഗെറ്റപ്പ്, ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തേക്കുന്നൊരു ചിത്രമാണ് ആനക്കൊമ്പ് മട്ടം. ഈ വീരപ്പൻ്റെയൊക്കെ നമ്മൾ അന്നാ കേട്ടിരുന്നൊക്കെ സംഭവമൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ അവിടെ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും മറ്റുള്ളവർ ഇവരെ കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. എപ്പോഴും നാടൻ ഇടിയായിട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ തോക്കും. തിയേറ്റർ പിന്നെ വേറെ ആരും നോക്കണ്ട. ഉറപ്പായിട്ടും അത്ര സ്ട്രോങ് ഇടിയാണല്ലോ പെപ്പെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല, കാരണം ത്രൂ ഔട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആന ഉണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഫൈറ്റ്. ഇറ്റ്സ് എ നൈസ് മൂവി.